മുൻ ഭർത്താവ് നഗ്നചിത്രമെടുത്തു. ഭാര്യയായിരുന്ന ശ്രീജ ആത്മഹത്യ ചെയ്തു. വട്ടിയൂർക്കാവ് മണികണ്ഠേശ്വരത്ത് ശ്രീജ എന്ന 46 വയസ്സുകാരിയാണ് ആത്മഹത്യ ചെയ്തത്. തൻ്റെ മകളെ പീഡിപ്പിച്ചതിന് മുൻ ഭർത്താവ് ശ്രീജിത്തിനെതിരായിട്ട് ഒരു റേപ്പ് കേസ് നിലവിലുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച 22-ാം തീയതി തിരുവനന്തപുരം ഫാമിലി കോടതിയിൽ നിന്ന് ഡൈവോഴ്സ് അനുവദിച്ചു. അങ്ങനെ ശ്രീജ എന്ന 46 വയസ്സുകാരി തിങ്കളാഴ്ച മുതൽ ഭാര്യാഭർത്തൃ ബന്ധപ്പെട്ട ഒരു ലേഡിയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഇയാൾ വിവാഹമോചനത്തിന് ശേഷം വീട്ടിൽ കയറി ഭാര്യയെ ബലമായി ക്രൂരമായി മർദ്ദിച്ചു, ബലമായി റേപ്പ് ചെയ്തു. ആ റേപ്പ് ചെയ്ത വിവരം മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്തു. അയാളുടെ ഡിമാൻഡ് തനിക്ക് ആ വീടും ആ സ്ഥലവും തൻ്റെ പേരിലേക്ക് എഴുതി തരണം, ഇല്ലെങ്കിൽ ശ്രീജയുടെ നഗ്നചിത്രം കൂട്ടുകാർക്കും മറ്റുള്ളവർക്കും പ്രചരിപ്പിക്കും എന്നാണ് പറഞ്ഞത്. അതിന് ശ്രീജ തയ്യാറായില്ല. അതിക്രൂരമായി വിവാഹമോചനത്തിന് ശേഷം ശ്രീജയെ മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ആ പ്രദേശത്തെ ഏറ്റവും വലിയ ഗുണ്ട ആയ വ്യക്തിയുടെ മൊബൈൽ ഫോണിലേക്ക് ഈ നഗ്നചിത്രം അയച്ചു കൊടുത്തു. പിന്നെ പറയണ്ടല്ലോ, നമുക്ക് ആ ഏരിയയിലെ മുഴുവൻ അതങ്ങ് പ്രചരിക്കും. ഇത് മനസ്സിലാക്കിയ ശ്രീജ എന്ന 46 വയസ്സുകാരി തൻ്റെ മരണത്തിന് ഉത്തരവാദി തൻ്റെ ഭർത്താവാണെന്നും തന്നെ പീഡിപ്പിച്ചെന്നും തനിക്ക് ഭർത്താവുമായിട്ടുള്ള ബന്ധം വേർപെട്ട ശേഷവും തന്നെ പീഡിപ്പിച്ചെന്നും ക്രൂരമായി മർദ്ദിച്ചുവെന്നും അവർ മരിക്കുന്നതിന് മുമ്പ് എഴുതി വച്ചിരുന്നു. അതനുസരിച്ച് അബറ്റ്മെൻറ്റ് ടു കമ്മിറ്റ് സൂയിസൈഡിനുള്ള വകുപ്പ് വന്നു കഴിഞ്ഞു. ഇവരെ ക്രൂരമായി മർദ്ദിച്ചതിന് ഇന്ത്യൻ പീനൽ കോഡിലുള്ള വകുപ്പുകളും വന്നു. മറ്റൊരു കാര്യം, പോലീസ് അവരുടെ നഗ്നചിത്രം പ്രചരിപ്പിച്ചതിനും അതിന് ഡിജിറ്റലായിട്ടുള്ള ഒഫൻസിൻ്റെ കേസുകളും ചേർത്തിട്ടുണ്ട്. പക്ഷേ പോലീസ് ഒരു കാര്യം വിട്ടുപോയി. മുൻ ഭർത്താവ് എന്ന വ്യക്തി ഭാര്യാഭർത്തൃ ബന്ധം വേർപെടുത്തി കഴിഞ്ഞപ്പോൾ ശ്രീജിത്ത് തീർച്ചയായിട്ടും അയാൾ ഒരു സ്ട്രേഞ്ചറാണ്. ഭാര്യാഭർത്താവ് ബന്ധം വേർപെട്ടു പോയി. വീണ്ടും ഭാര്യയെ വന്ന് പീഡിപ്പിച്ച് ഭാര്യയെ ലൈംഗികമായി പീഡിപ്പിച്ചാൽ അത് 376 ആണ്. അത് റേപ്പ് കേസ് തന്നെയാണ്. വട്ടിയൂർക്കാവ് പോലീസ് അത് ശ്രദ്ധിക്കണം. ഇയാൾക്കെതിരായിട്ട് അബറ്റ്മെൻറ്റ് കമ്മിറ്റ് സൂയിസൈഡും അവരെ പീഡിപ്പിച്ചതിനും അവരെ ദേഹോപദ്രവിപ്പിച്ചതിനും ഒക്കെ കേസെടുത്തിട്ടുണ്ട് നിങ്ങൾ. പക്ഷേ റേപ്പ് നിലനിൽക്കും. ഭാര്യാഭർത്തൃ ബന്ധം കോടതി മുഖേന വേർപെടുത്തിയതാണ്. ആ വേർപെടുത്തിന് 2-ാം ദിവസം വന്ന് ഭാര്യയെ ലൈംഗികമായി ചൂഷണം ചെയ്താൽ അത് റേപ്പ് തന്നെയാണ്. അതുകൊണ്ട് വട്ടിയൂർക്കാവ് പോലീസ് 376 ഇയാളുടെ പേരിൽ ഇട്ട് കൊടുക്കണം. മകളെ പീഡിപ്പിച്ചതിന് ഒരു 376 ഓൾറെഡി ഉണ്ട്. ഇയാൾ മണികണ്ഠേശ്വരം ചീനിക്കോണത്തെ ശ്രീജയുടെ വീടും സ്ഥലവും എഴുതി കൊടുക്കണമെന്ന് വാശി പിടിച്ച് അപ്രകാരം ചെയ്തില്ലെങ്കിൽ ഈ നഗ്നചിത്രം പ്രചരിപ്പിക്കും എന്നാണ് പറഞ്ഞത്. ഇയാൾ പെരുങ്കടവിളയിലുള്ള ഈ ശ്രീജിത്ത് 47 വയസ്സുകാരനാണ്. ഫാമിലി കോടതികളിൽ പലതരത്തിലുള്ള കേസുകൾ നമുക്കറിയാം നിലവിലുണ്ട്. വർഷങ്ങളെടുത്തായിരിക്കും ചിലപ്പോൾ ഒരു ഡൈവോഴ്സ് കോഴ്സ് ലഭിക്കുന്നത്. അങ്ങനെയുള്ള ഡൈവോഴ്സ് കോഴ്സ് ഇരുവരും സമ്മതത്തോടെ ആയിരിക്കണം ലഭിച്ചത്. പക്ഷെ അവർക്കിപ്പോൾ 46 വയസ്സായി. അവരെ പീഡിപ്പിച്ചിട്ട് വീണ്ടും അത് ഒരു ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി ആ ചിത്രം അയാൾ ഉപയോഗിക്കാമെന്നാണ് വിചാരിച്ചത്. അവരുടെ വീടും പറമ്പും എഴുതി കൊടുത്തില്ലെങ്കിൽ ഈ ചിത്രങ്ങൾ വെളിയിൽ പ്രകാശിപ്പിക്കും, വെളിയിൽ പ്രചരണം നടത്തും എന്ന് പറഞ്ഞത് അതേപടി അയാൾ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചെയ്യാനായിട്ട് തുനിയുന്നുണ്ടാവും. തനിക്കിനി ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ല, അതുകൂടെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ തൻ്റെ അന്തസ്സിനും തൻ്റെ അഭിമാനത്തിനും ക്ഷതമേൽക്കുമെന്ന് പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ്
ശ്രീജ ആത്മഹത്യ ചെയ്ത്. തൻ്റെ മകളെ പീഡിപ്പിച്ചതിനും കേസുണ്ട്. അമ്മയും മകളെ പീഡിപ്പിച്ചതിനും കേസെടുക്കേണ്ടി വരും. രണ്ടാമത്തതും 376 എന്ന കുറ്റം നിലനിൽക്കും. അതുകൊണ്ട് മുൻ ഭർത്താവിനെ തീർച്ചയായും പ്രതിയാക്കി കേസെടുക്കണമെന്നാണ് ഞാൻ കരുതുന്നത്.